ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഭാര്യ മിനി നമ്പ്യാരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ അയാളുടെ പുതിയ വീട് പണിയുന്ന സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. സന്തോഷ് എന്ന ആളാണ് വെടിവെച്ച് കൊന്നത്. രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർക്ക് 42 വയസ്സുണ്ട്. അവര് പുതിയ വീട് വെക്കുകയാണ്. അന്നേരമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ ആഭിമുഖ്യത്തില് പഴയ സതീർത്ഥരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയത്. അവിടെ വെച്ച് മിനി നമ്പ്യാര് തൻ്റെ ഒപ്പം പഠിച്ച സന്തോഷിനെ കണ്ടുമുട്ടി. അവർ വലിയ സൗഹൃദത്തിലായി. വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയത് താനിപ്പോൾ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനും ഭാര്യ മിനിയും പുതിയ വീട് വെക്കുന്നിടത്ത് പ്രതിയായ സന്തോഷിച്ചിരുന്നു. അവരുടെ വീട് പണിക്ക് സഹായിച്ചു. സഹായം അല്പം കൂടിപ്പോയി. അത് മിനിയായിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചു. അത് രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. രാധാകൃഷ്ണൻ അത് വിലക്കി. അത് വിലക്കിയിട്ടും ഭാര്യയും അതുപോലെ സുഹൃത്തും വീണ്ടും പണിസ്ഥലത്ത് ഒന്നിച്ച് പണി നടത്തിക്കൊണ്ടിരുന്നു. രാധാകൃഷ്ണൻ പരിയാരം SHOയ്ക്ക് ഒരു പരാതി കൊടുത്തു. തൻ്റെ വീട്ടിലെ അനാവശ്യമായി വന്ന ഒരാൾ സഹായിക്കുന്നു. തൻ്റെ ഭാര്യയുടെ സുഹൃത്താണ്. ഭാര്യയുടെ സൗഹൃദത്തിലാണ് അയാൾ വന്ന് വീട് പണിക്ക് തൻ്റെ കൂടെ ചേരുന്നത്. എനിക്ക് അയാളെ വീട്ടിൽ നിന്ന് മാറ്റിത്തരണം. അതിനുശേഷവും പരാതി കൊടുത്ത് 2 കൂട്ടരെയും വിളിപ്പിച്ച് വിലക്കിയിട്ടും സന്തോഷ് വീണ്ടും ആ വീട് പണിയുന്ന സ്ഥലത്തെത്തി മിനിയുമായിട്ട് സൗഹൃദം കൂട്ടിക്കൊണ്ടിരുന്നു. ഇത് എതിർത്തു, തടഞ്ഞു. അതേപക്ഷം താൻ ഈ മേലായാൽ എൻ്റെ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വഴക്കായി. ഇത് സന്തോഷിനെ വളരെയധികം രോഷാകുലനാക്കി. സന്തോഷ് തൻ്റെ സുഹൃത്തിൻ്റെ സിജോ ജോസഫിൻ്റെ ഒരു തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ വീട് പണിയുന്നതിനടുത്ത് അയാൾ സൂക്ഷിച്ചു. അതിനുശേഷം അയാൾ വന്ന് പോയിന്റ് ബ്ലാങ്കിൽ നേരിട്ട് വെടിവെച്ച് കൊന്നു. ഇത് കഴിഞ്ഞ മാർച്ച് 20-ാം തീയതി ആണ് ഉണ്ടായ സംഭവം. രാധാകൃഷ്ണനെ കൊന്ന ആള് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതിനുശേഷം തോക്കിന്റെ ഉടമയെ കണ്ടെത്തി. ആരാണ് തോക്ക് കൊടുത്തത്? അയാൾക്ക് അതിന് ലൈസൻസ് ഇല്ല എന്നാണ് പറയുന്നത്. സിജോ ജോസഫിനെ 2ാം പ്രതിയാക്കി. ലൈസൻസ് ഇല്ലാത്ത തോക്കായതുകൊണ്ട് നാടൻ തോക്കായിരുന്നു തോന്നുന്നു. അങ്ങനെയെങ്കിൽ അതിന് കണ്ടെത്തൂല, കണ്ടുപിടിക്കില്ല എന്നായിരുന്നു കരുതിയിരിക്കുന്നത്. ഏതായാലും സിജോ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഈ ഒരു സൗഹൃദം പുതുക്കിയിലാണ് ഈ കൊലപാതകത്തിൽ എത്തി എന്ന് പോലീസിന് മനസ്സിലായി. ആ സിജോയുടെ തോക്ക് വാങ്ങാൻ കാരണം കൊല്ലാൻ തന്നെയാണ്. അത് വീട് പണിയുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു, ഒളിച്ചു സൂക്ഷിച്ചു. അതിനുശേഷം അയാള് വീട് പണിയുന്ന സ്ഥലത്ത് സന്തോഷ് എത്തി. രാധാകൃഷ്ണന് അത് എതിർത്തു. തോക്കെടുത്ത് അയാളെ വെടിവെച്ച് കൊന്നു. ഇതിനകത്ത് എന്തായാലും ഭാര്യയ്ക്ക് ഒരു റോളുണ്ട് എന്ന് അന്നേ എല്ലാവർക്കും അറിയാം. ഏതായാലും അവിടുത്തെ SHO AP വിനീഷ് കുമാർ പരിയാരത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മിനിയെ അറസ്റ്റ് ചെയ്തു. 42 വയസ്സുള്ള മിനി നമ്പ്യാരെ തൻ്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തത് ഇവരുടെ അറിവോടുകൂടിയാണ് എന്ന് പോലീസിന് ബോധ്യമായി. അങ്ങനെ അവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തു. ഈ കേസിൽ മൊത്തം 3 പ്രതികളാണുള്ളത്. ഒന്ന് സന്തോഷ്, അവരുടെ സഹപാഠി. 2ാമത് തോക്ക് കൊടുത്ത ആള് സിജോ ജോസഫ്. 3ാം പ്രതി കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ. ഇത് വലിയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു. കാരണം നിരപരാധിയായ ആ ഓട്ടോ ഡ്രൈവർ അയാള് വെക്കുന്ന വീടിന് സഹായിയായിട്ട് വന്ന ഭാര്യയുടെ സുഹൃത്ത്, ഭാര്യയുമായിട്ടുള്ള അമിതമായ സ്നേഹപ്രകടനവും അടുപ്പവും കണ്ടപ്പോൾ അത് വിലക്കിയതിനാണ് അയാള് വെടിയേറ്റ് മരിക്കേണ്ടി വന്നത്. കാരണം പോലീസിന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയി.
ഭാര്യയ്ക്ക് പങ്കുണ്ട്, ഭാര്യയ്ക്ക് വിലക്കാമായിരുന്നു. തൻ്റെ കൂടെ പഠിച്ചയാളെ ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണൻ അറിയില്ല. ഭാര്യയെ അത് വിലക്കാതെ പോയി കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. ആ വീട് പണിയാൻ അയാൾ വന്ന് സഹായിക്കുകയാണ്. അത് വിലക്കിയിട്ടും വീണ്ടും വീണ്ടും വന്ന് സഹായിക്കുന്നത്. അപ്പം ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു പങ്കുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ഇയാളുടെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഭാര്യയുടെ സൗഹൃദവും ഭാര്യയുടെ പ്രേരണയും ഉണ്ടായി എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയെ മിനി നമ്പ്യാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊന്നിട്ടും അവന്റെ വൈരാഗ്യം തീരുന്നില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത്. സന്തോഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. നിനക്ക് മാപ്പില്ല, വെടിവെച്ച് കൊന്ന ശേഷമാണ് ആ കുറിപ്പിട്ടത്. നിനക്ക് മാപ്പില്ല, ഒരു കുറ്റബോധവുമില്ല, അവനെ കൊല്ലേണ്ടതാണ് എന്ന് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോയിട്ട ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത്ര വൈരാഗ്യമുണ്ട്. എന്തുകൊണ്ടാണ് അത്ര വൈരാഗ്യം? തൻ്റെ സഹപാഠി എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ സന്തോഷിന് കുടുംബമുണ്ട്. രാധാകൃഷ്ണൻ കല്യാണം കഴിച്ച തൻ്റെ സഹപാഠിയാണ്, കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണ്. അവിടെ പോയി ഇയാൾ ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ കുടുംബം നശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇയാൾക്കില്ല. പക്ഷെ ഭാര്യ കൂട്ടുനിന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. അതുകൊണ്ട് ഇതുപോലെ ഒരാളുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത് കുടുംബ ജീവിതത്തിൽ നടപ്പുള്ള കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും ഒക്കെ ഉണ്ടാവും. എങ്കിലും ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരാളെ കൊലപ്പെടുത്താൻ മറ്റൊരാളെ കൂട്ടുനിൽക്കുന്ന വളരെ ചുരുക്കമായ ചില സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തോടെ ഈ കേസിന്റെ ചുരുളഴിഞ്ഞു. ഏതായാലും ആ SHO വിനീഷ് കുമാർ കൃത്യമായി മുന്നോട്ട് പോയി. അന്നു മുതലേ നമ്മളെപ്പോലെയുള്ളവരെ സംശയിച്ചതാണ്. കാരണം ഭാര്യയ്ക്ക് അതിനകത്ത് റോളുണ്ട്. ഭർത്താവിനെ കൊലപ്പെടുത്തും അല്ലെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവർക്ക് തടയാമായിരുന്നു. ഇയാളെ അവിടെ വിലക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം ഇത്ര കൂടിപ്പോയത്? ആ സൗഹൃദം നേരത്തെ മുതലുള്ളതാണോ അതോ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോഴാണോ വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുന്നത്? ഇതൊക്കെ പോലീസ് അന്വേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അയാളുടെ ഇന്റൻഷൻ ക്ലിയർ ആണ്. അതുകൊണ്ട് ഇയാൾക്ക് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.